നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider fraction a by b not equal to 3 by 4 where a, b are positive integers with GCD of a comma b equal to 1, b less than or equal to 15. This fraction is chosen closest to 3 by 4 amongst all such fractions. What is the value of a plus b എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 by 4ഉം a by bയും കമ്പയർ ചെയ്യുക. അതായത് ബേസിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ a by b ആൻഡ് 3 by 4. ഓക്കെ, ഇതെന്ത് ചെയ്യണം? ഇതിനെ സം ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം? നമുക്ക് വി ഹാവ് ടു മിനിമൈസ് ദിസ് എക്സ്പ്രഷൻ. സോ ഇത് ബേസിക്കലി എയും ബിയും പോസിറ്റീവ് ഇൻറ്റീജർ ആണല്ലോ. മോഡുലസ് ഓഫ് 4a മൈനസ് 3b ഡിവൈഡഡ് ബൈ 4b എന്ന് കിട്ടി. ഇത് മിനിമൈസ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ എയും ബി ഇൻറ്റീജർ ആയതുകൊണ്ട് 4a മൈനസ് 3b അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. ഇത് മിനിമൈസ് ചെയ്യണമെങ്കിൽ ഇത് മിനിമം ആവാൻ വേണം, ഇതെന്താവാൻ വേണം? മാക്സിമം ആവാൻ വേണം. ഓഫ് കോഴ്സ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ന്യൂമറേറ്ററിലെ സാധനം മോഡുലസ് ഓഫ് ആ സംഭവം ഉണ്ടല്ലോ, അത് മിനിമം പോസിബിൾ വാല്യൂ 0 ആണ്. പക്ഷേ 0 ആവില്ല. കാരണം 4a മൈനസ് 3b 0 ആയി കഴിഞ്ഞാൽ എന്തായി? a by b എന്തായി? 3 by 4 ആയി. അപ്പോൾ പറ്റൂല. അപ്പോൾ പിന്നെ വേറെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് 4a മൈനസ് 3b എന്താവണം? മോഡുലസ് ഓഫ് 4a മൈനസ് 3b എന്താവണം എന്ന് നമുക്ക് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അഥവാ നമുക്ക് 4a മൈനസ് 3b എന്ന് പറഞ്ഞ സാധനം എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 ആയിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. അപ്പോൾ കേസ് 1 എന്ന് പറയുന്ന സാധനം എന്തായി? 4a മൈനസ് 3b വാല്യൂ 1 ആണ്. ഓക്കെ, 4a മൈനസ് 3b, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന a by b എന്ന് പറയുന്ന നമ്പർ ഗ്രേറ്റർ ദാൻ എന്തായിട്ടുണ്ടാവും? 3 by 4 അപ്പോൾ 4a മൈനസ് 3b എന്താണ്? ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ ഇത് 1 ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഡി എന്ന് പറഞ്ഞ സാധനം 1 by 4b എന്ന് വരും. 1 by 4b വരും. കാരണം മനസ്സിലായില്ലേ? ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്റർ എന്താണ്? 4b ആണ്. ഡി ഈസ് ഈക്വൽ ടു 1 by 4b. ഇനി ന്യൂമറേറ്ററിൽ നമ്മൾ മിനിമം ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? മാക്സിമം ചൂസ് ചെയ്യണം. ഇവിടെ മാക്സിമം ചൂസ് ചെയ്യാൻ നമ്മൾ B15 ചൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ. B15 ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ 4a വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര കിട്ടാൻ പോകുന്നത് വെച്ചാൽ 46 വരും. അത് പറ്റൂല. ഓക്കെ, 46 വരും. അത് പറ്റൂല. കാരണം എ എന്ന് പറഞ്ഞ സാധനം 46 by 4 അത് പറ്റൂലല്ലോ. ഇനി ബി നമ്മൾ നെക്സ്റ്റ് 14 ചൂസ് ചെയ്തു. 14 ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4a വാല്യൂ എത്ര കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ 42 പ്ലസ് 1 അല്ലേ, 43 വരെ. അതും പറ്റില്ല. ഇനി നമ്മൾ ബി ഈസ് ഈക്വൽ ടു 13 ചൂസ് ചെയ്യാം. അപ്പോൾ 4a വാല്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 39 പ്ലസ് 1 40 വരും. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ അതിൽ കറസ്പോണ്ടിങ്ങിൽ എ വാല്യൂ എത്ര എന്ന് കിട്ടും? 10 ആണെന്ന് കിട്ടും. ബി വാല്യൂ എത്ര എന്ന് കിട്ടും? 13 ആണെന്ന് കിട്ടും. എ ബൈ ബി റേഷ്യോ എന്ന് പറഞ്ഞ സാധനം അത് 10 by 13 ആണെന്ന് കിട്ടും. ആൻഡ് യുവർ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം 1 by 4b. 1 by 4b എന്ന് പറയുമ്പോൾ 52. ഇതൊരു കേസായിട്ടുള്ളൂ കേട്ടോ. 1 by 52 ആണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം. കേസ് 2. അപ്പോൾ കേസ് 2 നമ്മൾ എടുക്കാൻ പോണത് ഓഫ് കോഴ്സ് 4a മൈനസ് 3b. 4a മൈനസ് 3b മൈനസ് 1 ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി a by b ലെസ് ദാൻ 3 by 4. ഓക്കെ, ആ കേസാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ 4a മൈനസ് 3b ഈസ് ഈക്വൽ ടു മൈനസ് 1 എടുത്തു. ഇനി നമ്മൾ ഡി എന്ന് പറയുന്ന സാധനം 1 by 4b ആണ്. 1 by 4b ആണ്. കറക്റ്റ്. ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? ബി വാല്യൂ നമ്മൾ എന്തെടുത്തു? 15 എടുക്കാൻ ട്രൈ ചെയ്തു. ബി വാല്യൂ 15 എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ 4a വാല്യൂ എന്ന് പറയുമ്പോൾ 44 വരും അല്ലേ? 44 വരും. അപ്പോൾ ഇതിൻ്റെ എ വാല്യൂ എത്ര കിട്ടും? 11 കിട്ടും. അത് ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി വാല്യൂ എന്ന് പറയുമ്പോൾ 1 by 60 വരും. കണ്ടോ, മുന്നത്തെ കേസിൽ 1 by 52 ആയിരുന്നു വന്നത്. ഇവിടെ 1 by 60 വന്നു. ആ ഡിഫറൻസ് ഏറ്റവും കുറവാക്കുക വേണ്ടത്. അപ്പോൾ 1 by 60 ആണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എ ബൈ ബി ആയിട്ട് ചൂസ് ചെയ്യാൻ പോണത് എന്തായിരിക്കും? 11 by 15 ആയിരിക്കും. കറസ്പോണ്ടിങ്ങിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? 26. അപ്പോൾ കേസ് 2 ആണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. കേസ് 1 അല്ല, കേസ് 2 ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ എ പ്ലസ് ബി ആണ് എന്താ വരാൻ പോണത്? 26 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ.